വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസിലെ പേജ് നമ്പർ 10-ലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slippers and the price of the bag? ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് പ്രൈസ് ഓഫ് ബാഗിനെ നമ്മൾ എക്സ് ആക്കി എടുക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് എന്ന് പറയുന്നത് 1100 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ബാഗിൻ്റെ വില എന്ന് പറയുന്നത് സ്ലിപ്പേഴ്സിൻ്റെ വിലയേക്കാളും 300 രൂപ കൂടുതലാണ് എന്നാണ്. അപ്പോൾ ഇവിടെ ബാഗിൻ്റെ വിലയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ് ആണ്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു സ്ലിപ്പേഴ്സിൻ്റെ വില 1100 മൈനസ് എക്സ് പ്ലസ് അതിനേക്കാളും 300 കൂടുതലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനോട് 300 ആഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇവിടെ നിന്നും നമ്പേഴ്സ് നമ്മൾ ഒന്നിച്ചു ആഡ് ചെയ്യുന്നു. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1100 പ്ലസ് 300, അങ്ങനെയാണ് 1400 വരുന്നത്, മൈനസ് എക്സ്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൈനസ് എക്സിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്ത് മൈനസ് എക്സ് പ്ലസ് എക്സ് ആയി. അതായത് എക്സ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1400 വന്നു. ദാറ്റ് ഈസ് എക്സ് പ്ലസ് എക്സ് മീൻസ് 2x. 2x is equal to 1400. Therefore x is equal to 1400 divided by 2. അതായത് എക്സിൻ്റെ വില നമുക്ക് 700 rupees ആണെന്ന് കിട്ടും. അതായത് ഒരു ബാഗിൻ്റെ വില 700 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ലിപ്പേഴ്സിൻ്റെ വില എന്ന് പറയുന്നത് 1100 മൈനസ് എക്സ് ആണ്. അതായത് ബാഗിൻ്റെ വില 1100 മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും സ്ലിപ്പേഴ്സിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 1100 മൈനസ് 700 is equal to 400. Therefore, price of slippers is 400. Second question: the sum of two numbers is 26 and their difference is 4. What are the numbers? ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 26ഉം അതിൻ്റെ ഡിഫറൻസ് 4ഉം ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 26 ആയതുകൊണ്ട് തന്നെ ഒരു നമ്പർ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്തായാലും 26 മൈനസ് എക്സ് ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ തന്ന അടുത്ത കണ്ടീഷൻ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ് എന്നാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പർ എക്സും സെക്കൻഡ് നമ്പർ 26 മൈനസ് എക്സും ആയതുകൊണ്ട് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 26 മൈനസ് എക്സ്, അത് ഈക്വൽ ടു 4 ആണ്. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എക്സ് മൈനസ് 26 മൈനസ് ആൻഡ് മൈനസ് ഒന്നിച്ച് വരുന്ന സമയത്ത് പ്ലസ് എക്സ് ആയിട്ട് മാറുന്നു, ഈക്വൽ ടു 4. അതായത് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x എന്ന് കിട്ടും, ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലുള്ള മൈനസ് 26നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ അത് പ്ലസ് 26 ആയി മാറുന്നു. അപ്പോൾ 2x is equal to 4 plus 26 എന്ന് വരും. അതായത് 2x is equal to 30, x is equal to 30/2. അങ്ങനെയാണ് x equal to 15 എന്ന് കിട്ടുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് നമ്പർ 15 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 26 മൈനസ് എക്സ് ആയിരിക്കും നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 26 മൈനസ് എക്സ് എന്ന് പറയുന്നത് 26 മൈനസ് 15. Therefore നമുക്ക് കിട്ടുന്ന ആൻസർ 11 ആണ്. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 15ഉം 11ഉം ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ: the perimeter of a rectangle is 40 centimeters and one side is 8 centimeters longer than the other. Calculate the lengths of the sides. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സൈഡുകളും എത്ര സെൻറ്റിമീറ്റർ വീതമാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനായിട്ട് നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്
പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിളാണ്. അതായത് 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് നമ്മുടെ പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ. അതായത് ഇവിടെ നമ്മൾ ഒരു സൈഡ് എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത സൈഡ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ കൂടുതലായിരിക്കും. അതായത് x+8 ആയിരിക്കും. ഈ രണ്ട് വാല്യൂസും നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും 2 ഇൻറ്റു എക്സ് പ്ലസ് x+8 ഇസ് ഈക്വൽ ടു 40. അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2x, 2x പ്ലസ് 8 ഇസ് ഈക്വൽ ടു 40. ദാറ്റ് ഇസ് ഇനി ഈ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, 2 എല്ലാത്തിനെ ഓരോ നമ്പേഴ്സിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 ഇൻറ്റു 2x മീൻസ് 4x പ്ലസ് 2 ഇൻറ്റു 8 16 ഈക്വൽ ടു 40. അതായത് 4x പ്ലസ് 16 ഇസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. ഇവിടെ 16 നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -16 ആയി മാറുന്നു. അപ്പോൾ 4x ഇസ് ഈക്വൽ ടു 40 മൈനസ് 16. That is 4x is equal to 24. X is equal to 24 divided by 4 equal to 6. അതായത് നമുക്ക് ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ് കിട്ടി. അപ്പോൾ തൊട്ടടുത്ത സൈഡ് എന്ന് പറയുന്നത് ആ സൈഡിനേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അതായത് x+8. ഇവിടെ x 6 ആയതുകൊണ്ട് 6 + 8 ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. എ വയർ 3.5 meters long is to be cut into 2 pieces with one piece bent into a square and the other into an equilateral triangle. The lengths of the sides of both must be same. How should the wire be cut? ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു 3.5 meter ലെങ്ത് ഉള്ള ഒരു വയർ കട്ട് ചെയ്തിട്ട് ഒന്നൊരു സ്ക്വയറും മറ്റേത് ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളും ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഓരോ പീസും എത്ര മീറ്റർ ആയിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് അതിലൊരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. ഈ സ്ക്വയറിൻ്റെയും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും സൈഡ് സെയിം കൂടി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ സൈഡ് നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സൈഡുകളും എക്സ് ആയിരിക്കും. അതേപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എക്സ് ആക്കി എടുത്താൽ ബാക്കി എല്ലാ സൈഡും എക്സ് ആയിരിക്കും. അപ്പം നമുക്ക് ക്ലിയർ ആണ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 3x അതുപോലെ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4x ആണ്. ഈ രണ്ടെണ്ണത്തിൻ്റെയും പെരിമീറ്റർ കൂട്ടുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ കിട്ടും. അതായത് ഇവിടെ 3.5 മീറ്ററാണ്. അപ്പോൾ 4x + 3x എന്ന് പറയുന്നത് 3.5 മീറ്ററാണ്. ദാറ്റ് ഈസ് 4x + 3x എന്ന് പറയുന്നത് 7x കിട്ടും. അതായത് 7x is equal to 3.5 or x is equal to 3.5 divided by 7. അതായത് നമ്മൾ 3.5നെ 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് 35/7 ചെയ്യുക. അതിനുശേഷം 0.1 പ്ലേസ് മാറി പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് 0.5 മീറ്റർ എക്സ് ആയിട്ട് കിട്ടുന്നത്. നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു സൈഡ് എക്സ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4x ആണ്. അതായത് 4 × 0.5 ചെയ്യുമ്പോൾ നമുക്ക് 2 മീറ്റേഴ്സ് കിട്ടും. അതായത് ഒരു സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നത് 2 മീറ്റർ വയർ കൊണ്ടും അതേപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ കേസിൽ പെരിമീറ്റർ 3x ആണ് വരുന്നത്. അതായത് 3 × 0.5 ചെയ്യുമ്പോൾ 1.5 മീറ്റർ കിട്ടുന്നു. അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത് 1.5 മീറ്റർ വയർ കൊണ്ടുമാണ്. അപ്പോൾ ഓരോ പീസിൻ്റെയും ലെങ്ത്ത് നമുക്ക് ഇന്ന് കിട്ടും. ഫസ്റ്റ് പീസ് 2 മീറ്ററും സെക്കൻഡ് പീസ് 1.5 മീറ്ററും.